വാത്സല്യം ഒരു ഗന്ധമാണ്. കഥ തുടരുന്നു. അയാളെ സമാശ്വസിപ്പിക്കുവാൻ വേണ്ടി ചന്തൂട്ടൻ പറഞ്ഞു, എന്നാലും അയ്യക്കുട്ടേട്ട, എല്ലാ ജീവിതവും അങ്ങനെ ആവണമെന്നുണ്ടോ? അത് കേട്ടപ്പോഴും അയാൾ പൊട്ടിച്ചിരിച്ചു. അത് ശരിയാ, കല്യാണം എന്ന് പറയുന്നത് ഒരു ഭാഗ്യക്കുറി പോലെയാണ്. ചിലപ്പോൾ കുറിയിട്ടും അവർ രക്ഷപ്പെടും. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. എന്തിനാ അങ്ങനെ ഒരു പരീക്ഷണത്തിനെടുക്കുന്നത്? തെല്ലിട മൗനം പൂണ്ടതിന് ശേഷം അയാൾ തുടർന്നു. കുട്ടിക്കാലത്ത് അച്ഛനെയും അമ്മയും അവഗണിച്ച് പേടിച്ചുറങ്ങാൻ കിടന്നപ്പോഴും എൻ്റെ ആശ്വാസമായത് വീട്ടിൽ പണിക്കുന്ന ഒരു പെണ്ണാണ്. ഞാൻ പേടിച്ചുറങ്ങാതെ കരഞ്ഞു കിടക്കുമ്പോൾ എനിക്ക് തുണയായി അവൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കും. അവൾക്ക് ചുറ്റും വിയർപ്പിൻ്റെ മണം നിറഞ്ഞിരുന്നു. അവളുടെ ശരീരവും ഉടുപ്പുമെല്ലാം വിയർപ്പിൽ കുതിർന്നിട്ടുണ്ടാകും. എന്നാലും ആ മണത്തിൽ മൂക്ക് പൂഴ്ത്തി അങ്ങനെ കിടന്നുറങ്ങിപ്പോകും. ഞാൻ ആദ്യമായി അറിഞ്ഞ വാത്സല്യത്തിൻ്റെ മണമായിരുന്നു അത്. ഇന്നും എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ആ മണമുണ്ട്. അയ്യക്കുട്ടിയേട്ടനെ ഒരുപാട് സ്നേഹത്തോടെ ചന്തൂട്ടൻ നോക്കിക്കൊണ്ടിരുന്നു. മസാല ദോശയും കഴിച്ച് സന്ധ്യയോടെ മടങ്ങുമ്പോൾ ചന്തൂട്ടൻ ഓർത്തു, വഴിക്കൊന്നും അയ്യക്കുട്ടിയേട്ടനോട് ആരെയും കാണുന്നില്ലെങ്കിൽ അധികം വൈകാതെ വീട്ടിൽ മടങ്ങിയെത്താൻ കഴിയും. അച്ഛൻ്റെ കർക്കശമായ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കാർ എത്തിയ അതേ സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് അത് നിന്നു. എന്നിട്ടും ഒന്നും പറയാതെ ഏതോ ആവേശം കയറിയതുപോലെ അയ്യക്കുട്ടിയേട്ടൻ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. റോഡ് അവിടെ അല്പം ഉയർന്ന സ്ഥലത്തായിരുന്നു. ഇടതുഭാഗത്തൊരു ഇറക്കമാണുള്ളത്. ആ ഇറക്കത്തിലൂടെയാണ് അയാൾ പോയത്. എങ്ങോട്ടേക്കാണെന്ന് ഇപ്രാവശ്യവും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തൊട്ടപ്പുറത്ത് കാണാവുന്ന ദൂരത്ത് ഒരു ഇരുനില കെട്ടിടം മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ചന്തൂട്ടൻ പരിസരം സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നു. റോഡിന് കീഴെ ഇത് ഇരുനില കെട്ടിടം മാത്രമല്ല ഉള്ളത്, ചെറിയ ധാരാളം വീടുകളുണ്ടായിരുന്നു. ഇരുനില കെട്ടിടത്തിൻ്റെ മുൻഭാഗം അത്ര ദൃശ്യമായി കാണാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും അവിടെ ധാരാളം ആളുകൾ ഉള്ളതായി തോന്നി. കുറേയധികം സ്ത്രീകളുടെ മുഖങ്ങൾ ജനവാതിലൂടെ കാണാൻ കഴിഞ്ഞു. സ്ത്രീകൾ മാത്രമുള്ളൊരു വീടായിരിക്കും അതെന്ന് ചന്തൂട്ടൻ അനുമാനിച്ചു. സന്ധ്യ കനത്തു വരുന്നു. ഇരുളിൻ്റെ ചെറിയ ചെറിയ ശകലങ്ങൾ മുമ്പിൽ പടരുന്നതായും ചന്തൂട്ടന് മനസ്സിലായി. സമയം പോവുകയാണ്. അയ്യക്കുട്ടിയേട്ടനെ കാണാനില്ലല്ലോ. അയാൾക്ക് എന്തു പറ്റി? പണം കടം വാങ്ങിയ ആളെ കാത്തിരിക്കുകയാണോ? വൈകിയാൽ അച്ഛൻ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന ഭീതിയായിരുന്നു മനസ്സിൽ. അയ്യക്കുട്ടിയേട്ടൻ ഇനിയും വൈകുമോ? അങ്ങനെ ശങ്കിച്ചുകൊണ്ടിരിക്കെ അയാൾ പോയ വഴിക്കപ്പുറത്തൊരു ബഹളം കേട്ടു. ആരെല്ലാമോ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ആരെയോ ശകാരിക്കുകയാണെന്ന് മനസ്സിലായി. അയ്യക്കുട്ടിയേട്ടൻ വന്നില്ലല്ലോ. എന്തുപറ്റി എന്നറിയാൻ ഉത്കണ്ഠ വർദ്ധിക്കുന്നതിനിടയിൽ താഴേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കാൻ തന്നെ ചന്തൂട്ടൻ തീരുമാനിച്ചു. തൊട്ടു താഴെ ഇരുനില വീടിൻ്റെ പിൻപുറത്ത് ചെറിയൊരു ആൾക്കൂട്ടം. അവിടെ അയ്യക്കുട്ടിയേട്ടൻ ഉണ്ടാകുമോ? തെല്ലിട നടന്നപ്പോൾ അവർ പറയുന്നത് വ്യക്തമായി കേട്ടു. ഇവനെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പിടികൂടേണ്ടതായിരുന്നു. അന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്നാൽ ഇന്ന് കുടുങ്ങിയല്ലോ. കിടക്കട്ടെ അങ്ങനെ. തൊട്ടടുത്ത് കണ്ട ഒരാളോട് ചന്തൂട്ടൻ തിരക്കി, എന്താ കാര്യം? ഒന്നും പറയേണ്ട ചങ്ങാതി, ഷോറൂമിലെ ജോലിക്കാരികൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണിത്. ഒരാളുടെ വിയർപ്പിൽ കുതിർന്ന നാറിയ വസ്ത്രങ്ങൾ പിന്നാമ്പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. എവിടെ നിന്നോ വന്ന ഒരു ചങ്ങാതി അതിൽ മുഖം പൂഴ്ത്തി നിൽക്കുന്നതെന്ന് ഒരാൾ കണ്ടു. അയാൾ കണ്ടപാടെ കക്ഷി ഓടിപ്പോയി. ഇപ്രാവശ്യം കക്ഷി വീണ്ടും വന്നിരിക്കുന്നു. ഓനിങ്ങനെ മുഷിഞ്ഞ ഉടുപ്പിൽ മുഖം പൂഴ്ത്തി നിൽക്കുകയായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഓനെ പിടികൂടി. അതാ അവിടെ നിൽപ്പുണ്ട്. അയാൾ പിന്നാമ്പുറത്ത് ചായ്പിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ജോലിക്കാരികളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളിൽ മുഖം പൂഴ്ത്തി വിയർപ്പിൻ്റെ ഗന്ധം നുകർന്ന് അയ്യക്കുട്ടിയേട്ടൻ. അയാളുടെ മുഖത്തെ ഭാവം എന്തായിരുന്നു? ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ വായിച്ചത് ഡോക്ടർ വേലായുധൻ. വാത്സല്യം ഒരു ഗന്ധമാണ്. എഴുതിയത് ശ്രീ UK കുമാരൻ.